ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇരുമ്പം പുളിക്കറിയാണ്. മീൻകറിയുടെ രുചിയിൽ മീനില്ലാതെയാണ് ഇരുമ്പം പുളിക്കറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 15 ഇരുമ്പം പുളി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് നടുവേക്കേറിയത്, 7-8 ചെറിയുള്ളി അരിഞ്ഞത്, 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി അരിഞ്ഞത്, 4-5 വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് വെള്ളം ചേർക്കുക. നന്നായി ഇളക്കുക. മൂടി അടച്ച് മീഡിയം തീയിൽ 5 മിനിറ്റ് നേരം വേവിക്കുക. അതിനിടയിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു ഗ്രൈൻഡർ ജാറിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്ത് 1/4 കപ്പ് വെള്ളം ചേർക്കുക. ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം മൂടി തുറക്കുക. മീഡിയം തീയിൽ വെച്ച് അരപ്പ് കറിയിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കുക. മീഡിയം തീയിൽ തിളച്ചു തുടങ്ങുന്നതുവരെ വേവിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി അടച്ചു വയ്ക്കാം. അവസാനം ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. 10 സെക്കൻഡിന് ശേഷം 4-5 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ ഏകദേശം 3 മിനിറ്റ് നേരം വഴറ്റുക. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇളക്കരുത്. മൂടി അടച്ചു വെച്ച് 10 മിനിറ്റിന് ശേഷം മാത്രം ഇളക്കുക. നമ്മുടെ സ്പെഷ്യൽ കേരള സ്റ്റൈൽ ഇരുമ്പം പുളിക്കറി റെസിപ്പി തയ്യാർ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും രുചി. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.